നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ സുരക്ഷാ പരിശോധനയിൽ ബാഗിൽ ബോംബുണ്ടെന്ന് പറഞ്ഞ യാത്രക്കാരൻ അറസ്റ്റിൽ. ആഫ്രിക്കയിൽ ബിസിനസ്സുകാരനായ തിരുവനന്തപുരം സ്വദേശി പ്രശാന്താണ് അറസ്റ്റിലായത്. നിങ്ങൾ എന്ത് പണിയായി കാണിച്ചത്? ഞാനൊന്ന് ടെസ്റ്റ് നോക്കിയതാടാ. ഈ ബാഗ് പരിശോധനയിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ബോംബുണ്ട് എന്നൊരു പ്രസ്താവന അദ്ദേഹം നൽകിയത്? ഉത്തരം ലളിതം, വെറുതെ ഒരു രസത്തിന്, ഒരു തമാശക്ക്. ആഫ്രിക്കയിൽ ബിസിനസ്സുകാരനാണ് ഇയാൾ. എടാ, നീ ഏത് ഭീകര സംഘടനപ്പെട്ടതാണെന്ന്? അയ്യോ, ഞാൻ ഭീകര സംഘടനപ്പെട്ട ആളല്ല. വിമാനത്താവളത്തിൽ സുരക്ഷാ പരിശോധനയ്ക്കിടെ ബാഗിൽ എന്താണെന്ന് സുരക്ഷാ ജീവനക്കാർ ചോദിച്ചപ്പോൾ എന്താടാ ചാക്കില്? ബോംബാണ് എന്നായിരുന്നു മറുപടി. ബഫേഴ്സിന്റെ അൾട്രാ മോഡേൺ മെഷീൻ ഗണ്ണ് മുതൽ നമ്മുടെ നാടൻ മലപ്പുറം കത്തി വരെ ഇതിലുണ്ട്. വീണ്ടും ചോദിച്ചപ്പോൾ ഇയാൾ ബോംബാണ് എന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്തു. ഒരുപക്ഷെ നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു സുഖം എനിക്കറിയാൻ തന്നെ ചോദിക്കുന്നത്, എന്ത് സുഖം ഇതിനകത്ത് കിട്ടുന്നത്? നമുക്ക് ആരെയും കളിപ്പിക്കാൻ വേണ്ടല്ല, എന്തോ ഒരു ഇവിടുന്ന് കരിച്ചിങ്ങനെ വരും. പക്ഷേ തമാശയായിട്ടായിരിക്കാം പറഞ്ഞത്, അതല്ലെങ്കിൽ ഈ സുരക്ഷാ പരിശോധനകളിൽ അസ്വസ്ഥനായി പറഞ്ഞതായിരിക്കാം. എന്തായാലും നെടുമ്പാശ്ശേരി പോലീസിന് വിവരം കൈമാറി. നെടുമ്പാശ്ശേരി പോലീസ് എത്തി പ്രശാന്തിനെ അറസ്റ്റ് ചെയ്തു. പോലീസുകാരന്മാരെ ചുവന്നോളൂ. ൊപ്പം ഭാര്യയും മകനും ഉണ്ടായിരുന്നു. പ്രശാന്ത് അറസ്റ്റിലായതോടെ ഇവർ ഈ യാത്ര വേണ്ടെന്ന് വെച്ചു. ഞങ്ങള് മൂന്നേരം വഴിന്ന് കയറിയാലും നമ്മളെ ഒരുമിച്ചല്ലേ മറ്റ് 4 പേർക്ക് കൂടി ഇതേ PNR നമ്പറിൽ ഒരുമിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. പോയി കാര്യങ്ങൾ കംപ്ലീറ്റ് കഴിയുന്നു പോയി, നമ്മൾ പെട്ടളിയാ. ഇത്തരത്തിൽ പ്രശാന്ത് ഭീഷണി മുഴക്കി അറസ്റ്റിലായതോടെ ഈ 4 പേരുടെയും ലഗേജുകൾ വിമാനത്തിൽ നിന്ന് തിരികെ ഇറക്കി പരിശോധിക്കേണ്ടി വന്നു. ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. കുറച്ച് വിഷം മേടിച്ചത് എന്റെ പോക്കറ്റിലുണ്ട്. തീരെ നിവൃത്തിയില്ലാതെ ഞാൻ അത് തന്നെ തിന്നും. 2:10 പോകേണ്ട വിമാനം 4:30 മണിക്കാണ് യാത്ര പുറപ്പെടാനായത്. ഒരുപക്ഷെ തമാശയ്ക്ക് പറഞ്ഞതായിരിക്കാം, അതല്ലെങ്കിൽ ഈ സുരക്ഷാ പരിശോധനകളിൽ അസ്വസ്ഥനായി പറഞ്ഞതായിരിക്കാം. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. അതിൽ വേണ്ട തെണ്ടി. എന്തായിരുന്നാലും പ്രശാന്ത് അറസ്റ്റിലായിട്ടുണ്ട്. വിമാനം ഏതാണ്ട് 2.5 മണിക്കൂറോളം വൈകുകയും ചെയ്തു. എടോ, ഈ തലയ്ക്ക് വെളിവില്ലാത്തവനൊക്കെ ഇങ്ങോട്ട് കയറ്റി വിടുന്ന എന്തിനാ? തലക്ക് വെളിവില്ലാത്ത എനിക്കല്ല, നിങ്ങളെ വാപ്പക്കാണ്.